ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എല്ലാവരുടെയും ഫേവറേറ്റായ ലഡു ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: കടലപ്പൊടി, ഒരു നുള്ളു ഉപ്പ്, ഒരു നുള്ളു ബേക്കിംഗ് സോഡ, ഫുഡ് കളറ്, പഞ്ചസാര, ഏലക്കാപ്പൊടി, പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ബദാമും. ആദ്യം നമുക്ക് ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കടലമാവ് ഒരു ബൗളിലെടുക്കാം. അതിലേക്ക് ഉപ്പും ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് തരിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കടലമാവ് വീണ്ടും ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് ആക്കി എടുക്കാം. മിക്സ് അധികം കട്ടിയാവാനും പാടില്ല, അധികം ലൂസാവാനും പാടില്ല. ഇനി നമുക്ക് ഈ മിക്സിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 3 കളറുള്ള ലഡുവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ മിക്സ് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 3ലും വേറെ വേറെ കളറ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കാനായിട്ട് ആവശ്യത്തിനുള്ള എണ്ണ പാനിൽ ഒഴിക്കാം. ഞാനിവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കണ്ടെയ്നറിൽ ഹോൾസ് ഇട്ടിട്ട് അതിലേക്കാണ് മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോൾസ് ഉള്ള സ്പൂണും യൂസ് ചെയ്യാം. ബൂന്തി അധികം ക്രിസ്പി ആവുന്നതിൻ്റെ മുന്നേ എണ്ണയിൽ നിന്ന് എടുക്കുക. മാവ് ഫുള്ളും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കതൊന്നും കൂടെ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. അത് ജസ്റ്റ് ഒന്ന് തിരിച്ചെടുത്താൽ മതി, അധികം പൊടിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് പഞ്ചസാരയും വെള്ളവും ചേർത്തിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഈ ഷുഗർ സിറപ്പിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ലഡുവിൻ്റെ കുറച്ച് കളറും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബൂന്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് നട്ട്സും റേസിൻസും ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഗീയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് നന്നായിട്ട് ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഡ്രൈ ആയതിനു ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് 10 മിനിറ്റ് കവർ ചെയ്ത് വെക്കാം. ഇളം ചൂടിൽ തന്നെ ലഡു നന്നായിട്ട് ഉരുട്ടിയെടുക്കണം, അല്ലെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടൂല. ഇങ്ങനെ എല്ലാ ലഡുവും റോൾ ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ലഡു ആണിത്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.